So what's gone is gone. Now we both. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. സീസൺ 1 എപ്പിസോഡ് 4. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കണ്ട. അത് ലാസ്റ്റാണ് പറയുന്നത്, നിങ്ങൾക്കറിയാം, എന്നാലും ഫസ്റ്റ് തന്നെ പറയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളെ ഗോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ലാഗൊക്കെ ഉണ്ടാവും, ക്ഷമിക്കണം. പിന്നെ ഇന്നത്തെ നമ്മളെ ഗോളെന്ന് വെച്ചാൽ മൈനിങ് ഏരിയ ഉണ്ടാക്കണം എന്നാണ്. ഞാനിതുവരെ ഗോളൊന്നും ഇല്ലാണ്ടാണ് കളിച്ചത്, എനിക്കറിയാം. എന്നാലും ഇന്നത്തെ നമ്മളെ ടാസ്ക് മൈനിങ് ഏരിയ ഉണ്ടാക്കലാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ കുറേ മൈൻ ചെയ്തു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗെയിം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് കുറേ നേരം മുമ്പ് ഞാനിങ്ങനെ മൈൻ ചെയ്ത് ചാവുകയാണ് ഗൈസ്. അങ്ങനെ മൈൻ ചെയ്ത് കുറേ 19 റോ അയാണ് ഞാൻ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. റോ അയാണ് കേട്ടോ. അതിനി സ്മെൽറ്റ് ചെയ്ത് നമുക്ക് ഫുൾ ആർമർ ആവാൻ പറ്റും തോന്നുന്നു. ഫുൾ ആർമർ ആവണം. അതിന് ബൂട്ട് എടുക്കുന്നതിന് മുമ്പ് ബൂട്ട് ഉണ്ടോ നോക്കാം. ഒരു വട്ടം തന്നെ ഞാൻ വേറൊരു ഗെയിമിൽ 2 വട്ടം ബൂട്ട് ഉണ്ടാക്കി അറിയാണ്ട്. നമുക്കെന്തായാലും ഇപ്രാവശ്യം ഡോണറ്റ് SMPയിൽ കയറാൻ പറ്റുമോ നോക്കാം. മിസ്റ്റർ ഡോണറ്റ് എന്ന് പറയുന്ന ചങ്ങായില്ല, ഓൻ്റെ SMPയിലാട്ടം കയറാൻ പറ്റുമോ നോക്കാം. പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കളിക്കുന്ന വീഡിയോ ഇടാൻ പറ്റുമോ നോക്കാം. ഭയങ്കര ലാഗായിരിക്കും, എന്നാലും നമുക്ക് നോക്കി നോക്കാമല്ലോ. അപ്പോൾ ഇനി അത് നമ്മൾ ഓഫ് ഹാൻഡിൽ നിന്ന് മാറ്റാൻ പറഞ്ഞേക്ക്. നമുക്കിനി ഹെൽമെറ്റ് ഉണ്ടാക്കാം. ഒരു ചെസ്റ്റ് പ്ലേറ്റും കൂടി ഉണ്ടാക്കിയാൽ നമുക്ക് അത് റെഡിയായി. 2 പോരാ, 3 പോരാ, നമുക്ക് 8 വേണം. അപ്പോൾ എന്തായാലും നമുക്ക് മുകളിൽ കയറാം. മുകളിൽ എന്താ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് പറയും. ഇവിടെയൊക്കെ ഒരു ഭയങ്കര ഇത് ഒന്നുമില്ലാത്ത പോലെ തോന്നുക. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് പറ കേട്ടോ. അപ്പോൾ എനിക്കെന്തോ പോലെ തോന്നുക ഇവിടെ ഒന്നുമില്ലായിട്ട്. നമുക്ക് പറ്റുന്ന രീതിയിലെല്ലാം ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്ന പകുതിക്കാലം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് പോകുന്നത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെൻ്റെ അപേക്ഷയാണ്. നിങ്ങൾ വായാറ്റും മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം കേസ്. ഒരു ഇതും മാറ്റണം. ലാഡർ ഇങ്ങനെ ഒരു രസമല്ല. നമുക്ക് ആദ്യം സ്റ്റിക്കി പീസ്റ്റ് ഉണ്ടാക്കണം, എന്നാൽ ലാഡറൊക്കെ മാറ്റാൻ പറ്റും. ഓക്കെ, നമുക്ക് ലാഡർ മാറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. ഇപ്പം ഈ വീട് എന്തോ പോലെയാണ്. നമുക്ക് ലാഡർ മാറ്റിയിട്ട് സെറ്റാക്കാം. ഓക്കെ, നമുക്ക് ലാഡർ എന്തായാലും മാറ്റണം. പിന്നെ നമ്മൾ ഫുള്ളായി ഗൈസ്. ഇന്നത്തെ 2ാമത്തെ ടാസ്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടാസ്ക്കാണ് നമ്മൾ മൈനിങ് ഏരിയ ഉണ്ടാക്കുക. 2ാമത്തെ ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കലാണ്. ഫുൾ അയൺ ആവലേനും. ഈ ബണ്ടിൽ എന്താണെന്ന് നിങ്ങൾ കുറച്ച് ആൾക്കാർ പറഞ്ഞിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ വെക്കണ്ടേന്ന് അറിയില്ല. നമുക്കൊരു പിടുത്തം കിട്ടിയിരുന്നു. നമുക്ക് ഇങ്ങനെ എടുത്ത് വെച്ചാൽ അങ്ങനെയാണല്ലേ. ഓക്കെ, അങ്ങനെ വെച്ചാൽ മതില്ലേ. ഓക്കെ, നമുക്ക് അങ്ങനെ വെക്കുന്നത്. ഓക്കെ, എമറാൾഡ് നമുക്ക് 8 കിട്ടി. അത് ഞാൻ പറയാൻ പറഞ്ഞേ. ഞാൻ പോയപ്പോൾ ഓറ് കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എമറാൾഡ് കിട്ടി. എമറാൾഡിനെ കൊണ്ട് ഉപകാരമൊന്നുമില്ല സത്യം പറഞ്ഞാൽ. ഈ വില്ലേജേഴ്സിനോട് ഇതാക്കാന്നല്ലാണ്ട് ട്രേഡ് ചെയ്യാന്നല്ലാണ്ട് വേറൊരു ഉപകാരം ഇല്ല നമുക്ക് അല്ലേ. അപ്പോൾ നമുക്കെന്തായാലും ഈ അയണും ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാകുമ്പോൾ നമുക്കെന്താ ഫുൾ ഓർഗനൈസ്ഡ് ആവുമല്ലോ. ഇപ്പോൾ അയൺ നമുക്ക് ആവശ്യമുണ്ട്, അതിനുവേണ്ടി നമ്മൾ അയൺ എടുക്കുകയാണ്. കാരണം നമുക്ക് ഫുൾ അയൺ ആർമർ മാത്രം പോരാ, നമുക്ക് ടൂൾസും വേണം. അപ്പോൾ നമുക്ക് ഫുൾ ടൂൾസ് ഈ അയണിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കണ്ട. അത് മറക്കുകയേ ചെയ്യരുത്, ഒരിക്കലും മറക്കരുത്.
നിങ്ങളെ ഫ്രണ്ട്സിനോ നിങ്ങളെ ഉപ്പാക്കോ ഉമ്മാക്കോ ആർക്കാന്ന് വെച്ചാൽ ഷെയർ ചെയ്ത് കൊടുത്തോ. എനിക്ക് വ്യൂസ് മാത്രം മതി. ഓക്കെ, സബ്സ്ക്രൈബേഴ്സ് വ്യൂസ് അതാണ് എൻ്റെ ഇത്. പിന്നെ എന്തായാലും ഫേസ് റിവീൽ ഉണ്ടാവുന്നതാണ്. 10,000 ഫോളോ ഇതായിട്ടുണ്ടെങ്കിൽ, സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഫേസ് റിവീല് 10,000 ഫോളോവേഴ്സ് അല്ല സബ്സ്ക്രൈബേഴ്സ്. പിന്നെ ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തരാം. വീഡിയോൻ്റെ ലൈക്ക് ഗെയിമിങ് അക്കൗണ്ട് ഞാൻ തരാം. അതിൽ പോയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യും. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ കൂടെ കളിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ പോയി ഫോളോ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി, ഞാനെല്ലാം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമുക്ക് 2 ഗോൾഡ് ഇങ്കട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് നെതറൈറ്റ് മറ്റേ നമ്മളൊരു ഇത് കണ്ടിട്ടില്ലേനോ മഞ്ഞാന്ന്, എന്തെന്നാണ് അതിൻ്റെ പേര്, എപ്പിസോഡ് 3 നമ്മളൊരു ഇത് കണ്ടീനു, നെതർ പോർട്ടലല്ലേ പോർട്ടൽ. അത് നമുക്കൊന്ന് പോയി ലൂട്ട് ചെയ്യാം. ഞാനത് ലൂട്ട് ചെയ്തതാണ്, പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയെന്നുള്ളൂ. എൻ്റെ ലാപ്ടോപ്പ് ഒന്ന് ഫോർമാറ്റ് ആയിപ്പോയി. അപ്പോൾ ഇപ്പം ഞാൻ ഫസ്റ്റ് മുതലെല്ലാം ഇൻസ്റ്റാളൊക്കെ ചെയ്ത് റെഡിയാക്കി ഞാൻ ക്ലൗഡ് വണ്ണിൽ പോയി എൻ്റെ ഇതൊക്കെ റെഡിയാക്കിയിട്ട് ഇപ്പം എനിക്ക് ഈ വീഡിയോസൊക്കെ എങ്ങനെയൊക്കെയോ കിട്ടിയതാണ്. ഈ വീഡിയോ ഒക്കെ ഞാൻ 2 ദിവസം മുമ്പ് എടുത്ത് വെച്ചാണ്, പക്ഷേ പോയി ഒക്കെ റെഡിയാക്കാൻ കുറേ സമയം എടുത്തു. അതിനുകൊണ്ടാണ് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായത്, ക്ഷമിക്കണം. ഞാൻ ലൂട്ട് ചെയ്തതാണ്, എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ഗോൾഡ് ബ്ലോക്ക് ഉണ്ട്, അത് ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ലൂട്ട് ചെയ്തതാണ്. പക്ഷെ കേഴ്സ് ഓഫ് വാനിഷിങ്ങിൻ്റെ ഒരു ഡയമണ്ട് ഒരു ഗോൾഡ് ഇത് കാണാം. എന്തെന്നാ ഷവൽ കണ്ട ആ ഷവൽ എനിക്കെന്തോ ഒരു ഇതുപോലെ എനിക്കിഷ്ടപ്പെടുന്നില്ല ആ ഷവൽ കാണുമ്പോൾ. കേഴ്സ് ഓഫ് വാനിഷിങ് എന്ത് പ്രശ്നം ഉണ്ടാവും. അത് നമുക്ക് ആ ഗോൾഡ് ബ്ലോക്ക് അവിടെ നിന്ന് എടുക്കാം. അതാ അവിടെ നിൽക്കുന്ന ഗോൾഡ് ബ്ലോക്ക്. നമുക്ക് കുറച്ച് ബ്ലോക്ക് ആദ്യം വെട്ടിയെടുക്കാം, എന്നിട്ട് നമുക്ക് ഗോൾഡ് ബ്ലോക്ക് എടുക്കാം. അതാണ് നല്ലത്. കുറച്ച് അധികം നെതറാക്ക് എടുക്കാം. നെതറാക്കിൻ്റെ ഇതൊക്കെ ഓറുണ്ടാവും പറ്റും. നമുക്ക് മാഗ്മ പൊട്ടിക്കാൻ പറ്റും. മാഗ്മ പൊട്ടിക്കാൻ പറ്റില്ലേ? നമുക്ക് കുറച്ച് കയ്യിലെടുത്ത് വെക്കാം, നല്ലതായി. നമുക്ക് ഇതിന്ന് ക്ലോസ് ചെയ്തെടുത്ത് നമ്മൾ ആദ്യം ഇങ്ങോട്ടേക്കൊന്ന് കുഴിച്ച് വെക്കണം. എന്നിട്ട് അടിയിൽ കുഴിച്ചിട്ട് ലാവ ഉണ്ടോ നോക്കണം. കാരണം ലാവ ഉണ്ടെങ്കിൽ നമ്മളെ ഗോൾഡ് കൈയാവും. അപ്പോൾ നമുക്ക് ലാവ ഇല്ലാണ്ട് ഉറപ്പ് വരുത്തി നമ്മൾ എടുത്തിട്ടുണ്ട്. ഡാർക്ക് നമുക്ക് എന്തായാലും ഓടാം, വീട്ടിലേക്ക് വേഗം ഓടാം ഗൈസ്. ഡാർക്കാണ് ഗൈസ്. ക്രീപ്പറൊക്കെ വന്ന് നമ്മളെ തലക്കിട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഗയാവും നമ്മൾ. അപ്പോൾ ഈ നമ്മൾ വീട്ടിലെത്തുന്ന സമയം കൊണ്ട് നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കണ്ട. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു സാഡിൽ എവിടെ നിന്നും കണ്ടുപിടിക്കണം. എന്തായാലും നമുക്ക് വേഗം ഗെയിം ബീറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് സീസൺ 2 ഇറക്കാൻ പറ്റൂ. ഇപ്പം സീസൺ 1-ലാണല്ലോ നമുക്ക്. സാറേ കുറേ ബോൺ മനുഷ്യനുണ്ട് കേട്ടോ. നമുക്ക് വേഗം വീട്ടിലെത്തണേ. കുറേ എണ്ണം നമ്മളിപ്പോൾ ചാവും. എന്തോ ഒരു ലാഗ് അതിൻ്റെ അടുത്ത്. എനിക്കിങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇതാണെങ്കിൽ ഓടുന്നില്ല. ഈ പൊട്ടത്തി, ഓടാനറിയാത്തൊരു പൊട്ടത്തി. നമ്മളിന്നിപ്പോൾ എന്താക്കുന്നതാണ്? വേഗം ഉള്ളിൽ കയറി. എടാ വീട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയാടാ? എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്തൊരു ശല്യാന്നറിയോ? എടാ ഇന്നിപ്പോൾ ഞാൻ ടാസ്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് അടുത്ത് ഗെയിം തന്നെ. ഇതിനിപ്പോൾ നാളെ റെഡിയാക്കണം. എന്ത് ശല്യാന്നറിയോ? കൊണ്ട് എന്തോ ഒരു കഷ്ടം. വെക്കാനുള്ള മൂടനെ പോയി. എല്ലാ സാധനം ചെയ്യാനുള്ള മൂട് പോയി. എല്ലാവിധ ബ്ലോക്ക് എടുത്ത് നമുക്കിത് അടച്ചു വെക്കാം. എന്ത്
എന്ത് എന്ത് ക്രീപ്പറൊക്കെ എങ്ങനെയാണ് നമ്മളെ വീട്ടിനുള്ളിൽ കയറിയേ? ബ്ലോക്ക് ഉണ്ടായത് നന്നായി, അതിനുവേണ്ടി നമ്മൾ അടച്ചിടുന്നു. ഇങ്ങനെ ഉണ്ടാവും ഒരു സാധനം. എൻ്റെ വീട് എങ്ങനെയാന്ന് ഞാൻ വരെ മറന്നായി. കുട്ടിയോട് എൻ്റെ മൈൻഡ് മൊത്തം പോയി. എന്ത് നാല് നമുക്ക് ഒരു പ്ലെയിൻ ഗ്ലാസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് അത് ഇവിടെ വെക്കാം, അതിനോട് പ്രശ്നമില്ല. എന്തായാലും കുറച്ചും കൂടി ഗ്ലാസ് ഉണ്ടാക്കണം. ബാക്കിൽ എന്തായാലും ഗ്ലാസ് വെക്കേണ്ടതാണ്. നോക്കിയാൽ നിങ്ങൾ അവിടെ മൊത്തം ഒരു നീളത്തിലൊരു ഗ്ലാസ് ഉണ്ടായിരുന്നതാണ്, അത് നമ്മൾ പൊട്ടിപ്പോയില്ലേ. മേൾഭാഗമാണെങ്കിലും പൊട്ടിപ്പോയിക്ക്. അങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടാലും ആ ക്രീപ്പർ ചത്തത് നന്നായി, ഇല്ലെങ്കിൽ അതിനിപ്പോൾ ഞാൻ കൊന്ന് കുഴിച്ചു പോലെ. നിങ്ങളൊന്ന് ആലോചിച്ചത് ക്രീപ്പറൊക്കെ റീജൻ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് അങ്ങനെ ചാവാണ്ട് എഴുതിച്ച് വന്നുകൊണ്ടിരിക്കും. നമുക്ക് എന്തായാലും ഇവിടെ ഡോർ വെക്കാം, എന്നാലേ നമുക്ക് പ്ലാങ്ക്സ് ഉണ്ടാവുള്ളൂ. പ്ലാങ്ക്സ് കുറവാണ്. എല്ലാവിധ മൂടും പോയി. എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാന്നറിയാം. കുഴപ്പമാണ്, ഒറ്റ മിനിറ്റ് കൊണ്ട് ഇത് പൊട്ടിച്ചോളും. നടക്കട്ടെ, ആ ലാഡർ എടുത്തിട്ട് നമുക്ക് ഇന്ന് മേളിൽ പോയി കിടന്നുറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. വേടിക്കും നമുക്കൊന്ന് മേളിൽ പോയി കിടക്കാം. മേൾഭാഗവും പൊട്ടിയടാ. എന്തൊരിതാണിത്. രാവിലെ ആക്കിയിട്ട് വേണം നമുക്ക് പോയിട്ട് ഇതെടുക്കാൻ. എന്തെന്ന് അതിൻ്റെ പേര്, വുഡ്. മനുഷ്യൻ്റെ ദേഷ്യം കുന്തരാസ് എന്തൊരു കലിപ്പ് തീരുന്നില്ലല്ലോ ഡേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ നാട്ടിലല്ല, അതിനുകൊണ്ട് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് ഒക്കെ ഉണ്ടാവും, നിങ്ങൾ സഹിക്കണം. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു പാലം ഉണ്ടാക്കണം. അതൊക്കെ ഞാനിന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അതിനൊന്നും ഇപ്പോൾ ഒരു ഇത് കിട്ടുന്നില്ല. ഞാനെല്ലാം വിചാരിച്ചിരുന്നു നമുക്ക് മുകളിലേക്ക് പോകാനും വില്ലേജിലേക്കൊക്കെ പോകാനും പാലുണ്ടാക്കണം. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ ഇന്ന് പാലുണ്ടാക്കി അടുത്ത വീഡിയോയിൽ വില്ലേജർ ബ്രീഡിങ് ഉണ്ടാക്കണം. പിന്നെ വില്ലേജർ ബ്രീഡിങ് ഉണ്ടാക്കിയിട്ട് അയൺ ഫാം ഉണ്ടാക്കണം. അയൺ ഫാം ഉണ്ടാക്കിയിട്ട് പിന്നെ എല്ലാം ഞാൻ വിചാരിച്ചതിന് എല്ലാം പോയി. ഞാൻ ടോട്ടം ഫാമൊക്കെ ഉണ്ടാക്കണം, റെയ്ഡ് ഫാമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതിന്. സാൻഡും എടുത്തേക്കാം, നമുക്ക് കുറച്ച് സാൻഡ് എടുത്ത് കയ്യിൽ വെക്കാം. കേഴ്സ് ഓഫ് വാനിഷിങ് ആയതുകൊണ്ട് പൊട്ടിപ്പോയില്ലെന്ന് തോന്നുന്നു. കേട്ടെ, അയ്യേ പൊട്ടില്ലേ. കേഴ്സ് ഓഫ് വാനിഷിങ് എന്ന് പറഞ്ഞില്ലേ നമ്മളെ ഇൻവെൻട്രിയിൽ നമ്മൾ ചത്താലും ഉണ്ടാവുന്നല്ലേ. നമുക്ക് ഇങ്ങനെ ചാടി മുകളിൽ പോയി ഒരു മരം വെട്ടിയെടുക്കാം, എന്നാലേ നമുക്ക് പ്ലാങ്ക്സ് ഉണ്ടാവും. പ്ലാങ്ക്സ് വെച്ച് നമുക്ക് ഗ്ലാസ് വെച്ച് ഇന്ന് എന്തൊക്കെ വിചാരിച്ചതെന്നറിയാം, എല്ലാം കൊളാക്കിയില്ല ക്രീപ്പർ പണ്ടാലും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് ലൂട്ട് ചെയ്യാൻ പോകണ്ടേ. ആടെ പോയി നമ്മൾ ലൂട്ട് ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് രാത്രി. അത് ഞാൻ കിടന്ന് ഉറങ്ങിയിട്ട് എണീച്ചിട്ടില്ല ഞാൻ പോയേ. അതാണ് എനിക്ക് ഇഷ്ടമല്ലാണ്ടാകുന്നത്. ഇനിയിപ്പോൾ ആ മരം നിൽക്കാൻ പറ്റില്ല. എന്തോരം നല്ലോണം ചെയ്യാം നമുക്ക്. ആ മരം കൂടി വെട്ടാം, എല്ലാ മരവും നമുക്ക് വെട്ടിയെടുക്കാം, എന്നാലേ ഈ ലീവ്സൊക്കെ വേഗം ഡിസ്പോൺ ആയിക്കോളും. ഇനി നമുക്ക് മുന്നോട്ട് പോകണം. മുന്നോട്ട് പോകണം. ലാഗാണ് എൻ്റെ പൊന്നെ. ഇനി അതും കൂടി മരം ഇങ്ങനെ വെട്ടിയെടുക്കട്ടെ. ആ മരം വെട്ടി, ഇനി ഈ മരം വെട്ടട്ടെ. ദേഷ്യം പിടിക്കുന്നു എന്തോ. ഇത് നമ്മളെ മൈൻഡിൽ നിന്ന് പോകുന്നില്ല. ഈ മരം മൊത്തം വെട്ടിയിട്ടുണ്ട്. ഇത് തന്നെ ഒരു സ്റ്റാക്ക് ഉണ്ടാവും. 20 പോരെ, മതി. പ്ലാങ്ക്സ് അല്ലേ, ഇത് ഒരു സ്റ്റാക്ക് ഉണ്ടാവും.
നിങ്ങൾക്ക് അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ പ്ലാൻസ് എന്തായാലും ഒരു സ്റ്റെപ്പ് ഉണ്ടാവും. ഇത് എണ്ണം വെച്ചിട്ട് നമ്മളിവിടെ പാലുണ്ടാക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു പാലം, അവിടെ നിന്ന് വില്ലേജിലേക്ക് ഒരു പാലം ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചതാണ്. പ്ലാങ്ക്സൊക്കെ വെച്ച് സെറ്റാക്കി ഫെൻസൊക്കെ വെച്ച് റെഡിയാക്കി ഒക്കെ റെഡിയാക്കണം വിചാരിച്ചത്. പിന്നെ മാത്രമല്ല ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മളെ വീടിൻ്റെ മുന്നിലുള്ള ഇത് മൊത്തം അടച്ചിട്ട് നമ്മൾ റെഡിയാക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. എല്ലാത്തിനുള്ള മൂടേ പോയി. മുന്നിന്ന് കാണാൻ എന്താ രസം. പുതിയ വീട് എങ്ങനെയാണ് നമ്മളെ വീട് എങ്ങനെയാണെന്ന് വരാൻ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്താ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം, പിന്നെ ഫർണസ് ഉണ്ടാക്കണം, എന്നിട്ട് സാൻഡ് ആലോചിക്കുമ്പോൾ ദേഷ്യം വരുന്ന എന്തൊരിതാണിത്. സാരമില്ല, നമുക്ക് ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ആക്കാം. അപ്പുറത്ത് ഇത് നമുക്ക് അങ്ങനെ ആക്കാം. കൂൾ ഡൗൺ മാൻ, കൂൾ ഡൗൺ. സ്റ്റോൺ ഉണ്ടാ, കോബിൾ സ്റ്റോൺ ഉണ്ടാ, കോബിൾ സ്റ്റോൺ 8 എണ്ണം വേണം. ഇനിയിപ്പോൾ 8 എണ്ണം പോയി ഉണ്ടാക്കണം. നമ്മൾ ഇവിടെയാണ് മൈനിങ് ഏരിയ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. എന്തായാലും അവിടെ കുഴി കൊണ്ടിടാം, ബാക്കിയൊക്കെ നമുക്ക് റെഡിയാക്കാം. പിന്നെ നമുക്ക് വന്നിട്ട് അതിനെ പറ്റിയിട്ട് രണ്ടെണ്ണം വീതം കുഴിച്ചെടുക്കാം, എന്നിട്ട് ബാക്കിയൊക്കെ റെഡിയാക്കാൻ നോക്കാം. ഇപ്പം എനിക്കൊരു ദേഷ്യം പിടിച്ചിട്ട് മൂടൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് നാളെ വന്നിട്ട് എപ്പിസോഡ് 5 നമുക്ക് റെഡിയാക്കാം. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം സ്റ്റോണാണ്, അത് മാത്രമേ നമ്മളിപ്പോൾ നോക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് സ്റ്റോൺ എന്തായാലും എടുക്കാം, അതേ സ്റ്റോൺ എടുക്കാം. സ്റ്റോണാണ് ഇപ്പം അത്ര അത്യാവശ്യം. ഞങ്ങൾ സ്റ്റോൺ മാത്രം മതി. ഇവിടെ വെള്ളം, അപ്പോൾ ഇവിടെ മൈനിങ് ഏരിയ സെറ്റാക്കാൻ പറ്റൂല. സാരില്ല, നമുക്ക് സ്ട്രിപ്പ് മൈനിങ് ആക്കാം. ഫുള്ള് വെള്ളമല്ലേ. ഞാൻ താഴത്തേക്ക് പോയി നോക്കട്ടെ. വെള്ളം തന്നെയാണ് ഫുള്ള് വെള്ളമല്ലേ. ഇത് ഇടുന്നാടാ. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ എവിടെയെങ്കിലും ആക്കാൻ പറ്റുമോ നോക്കാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഡേർട്ട് വെച്ചിട്ട് ഇതൊന്ന് അടച്ചേക്കട്ടെ. നമുക്ക് ഇവിടെ നിന്ന് സ്ട്രിപ്പ് മൈനിങ് അങ്ങോട്ടേക്കും പിന്നെ ഇപ്പുറത്തേക്കും ആക്കാം, തൊട്ട് ബാക്കിലേക്കും. അതാ നല്ല സ്ട്രിപ്പ് മൈനിങ് ആകുമ്പോൾ നമുക്കിങ്ങനെ കുഴിച്ചിട്ടേക്കാം, എന്നാൽ സ്ട്രിപ്പ് മൈനിങ് ആണെന്ന് ഓർമ്മ ഉണ്ടാവും. എന്തായാലും ഇവിടെയൊക്കെ ഞാൻ ട്രാപ്പ് ഡോറൊക്കെ വെച്ച് സെറ്റാക്കണം എന്ന് വിചാരിച്ചു. ഇവിടെ ഒരു വലിയ വീട് പോലെ ഉണ്ടാക്കിയിട്ട് അത് വേണമെങ്കിൽ ഡോറൊക്കെ വെച്ച് സെറ്റാക്കി കഴിഞ്ഞല്ലോ. പക്ഷെ അതൊക്കെ വിചാരിച്ച് അത് നടന്നില്ല. എന്തായാലും ആടെ ഒരു പ്ലാൻ വെക്കണം. നമുക്കിപ്പം തൽക്കാലം ഇത് പോയി ഉണ്ടാക്കിയിട്ടില്ല. നമ്മളെ ഫുർണസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അത് എടുക്കട്ടെ, ഇനി ഇത് എടുക്കട്ടെ. അതിൽ കോൾ വെച്ച് പിന്നെ സാൻഡും വെച്ചിട്ട് നമുക്ക് ബാക്കി പണി നോക്കാം. ഓക്കെ, ഇനി ഇവിടെ നമ്മളെ ചെറിയ പ്ലാങ്ക്സ് എടുത്തിട്ട് അത് വെച്ച് നമ്മളെന്തായാലും ഈ വീടിൽ നിന്ന് മാറും ഗൈസ്. ഞാനെന്തായാലും ഇതിപ്പോൾ നമ്മളിപ്പോൾ തന്നെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ഒന്ന് വിചാരിച്ചതാണ് ഒരു വീട് ഇങ്ങനെ വെക്കാം. ഇപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും നമ്മൾ ഈ വീട് മാറ്റും. എനിക്ക് ഇതിഷ്ടപ്പെട്ടിട്ടില്ല, പിങ്ക് കളറായതുകൊണ്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാം കൊളാവണമല്ലോ. നമുക്കത് വെട്ടണം, പിന്നെ അതും വെട്ടണം. ഓക്കെ, ഇപ്പം നമ്മൾ മേൽഭാഗമൊക്കെ റെഡിയാക്കി. ഒരു ഇതും കൂടി ഉണ്ടാക്കണം, ലാഡർ. എനിക്കെല്ലാം പെർഫെക്റ്റ് ആണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുക? പിങ്ക് പൂൾ വെച്ചിട്ട് ഹാർനസ് മാറ്റിയാന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ആദ്യം ഹാർനസ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയില്ല. എന്നിട്ടല്ലേ പിങ്ക് പൂളൊക്കെ ഉണ്ടാക്കുക. എന്തുവാടേ ബണ്ടിലൊക്കെ എങ്ങനെയാണ് കളറാക്കുക? ഇപ്പോൾ പിങ്ക് കളറൊന്നും വേണ്ട എനിക്ക്. ലാഡറാണ് എനിക്കിപ്പോൾ വേണ്ടത്. നമുക്ക് ആദ്യം സ്റ്റിക്ക് ഉണ്ടാക്കാം കുറച്ച്, എന്നിട്ട് ലാഡർ ഉണ്ടാക്കാം. കുറച്ച് സ്റ്റിക്ക് ഉണ്ടായിക്കോട്ടെ. ഇനി ഇതിവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ലാഡർ ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും 3 ലാഡർ ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതിനോണ്ട് ലാഡർ കുറച്ച് അവിടെ വെക്കാം. ട്രേഡൻ, എനിക്ക് മറ്റേ ട്രേഡനും അങ്ങനെ എന്തോ ഒരു ചാനലില്ലേ ചെമ്മീ, എനിക്കിഷ്ടമല്ല. ഓൻ്റെ ലാമകളും ഓനും ഒരു ചാച്ചത് അവൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ആ സൗണ്ടും കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കും കേസ്.
നമുക്കിത് പ്ലെയിൻസ് ആക്കാം. ഞാൻ പ്ലെയിൻസാണ് വെച്ചിന്. 16 6 വെച്ചിട്ടുണ്ട് കിട്ടുക. ഞാനതൊക്കെ മറന്നുപോയി. ഞാനത് ഇങ്ങനെ തന്നെ ഇതിനും ഉണ്ടാക്കിന്. 16 കിട്ടീനു എനിക്ക്. 16 കിട്ടീനു. 16 മുകളിലും കിട്ടിയിട്ടു. ഞാൻ എന്നിട്ട് ബാക്കി ഒറ്റ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ അവിടെ എടുത്തൊക്കെ ചെയ്ത്. ഇപ്പം എന്താ നമുക്ക് കുറച്ചും ഇത് റെഡിയാക്കിയിട്ട് നമുക്ക് എന്തായാലും ഈ വീഡിയോ ഇവിടെ നിന്ന് അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡായി പോയി. നമുക്ക് എന്തായാലും നമുക്ക് ഈ ഗ്ലാസും കൂടി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. ഇപ്പോൾ എന്താ അതെത്തിച്ചിട്ട് വീഡിയോ എടുക്കാനുള്ള മൂഡായി പോയി. നിങ്ങൾ കണ്ടല്ലോ ആ ചങ്ങായി വന്നൊരു വീട്ടിൻ്റെ മുന്നിൽ തന്നെ പൊട്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അയണായല്ലോ ഫുള്ള്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കണ്ട. ബൈ ടാറ്റ ഗുഡ് ബൈ ബൈ ബൈ. ഇറങ്ങി പോടേ.